ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കൻ്റെ പാർട്സ് വെച്ച് ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ചിക്കൻ പാർട്സിൻ്റെ പെരട്ടിന് വേണ്ടി എടുത്തിട്ടുള്ള ചിക്കൻ്റെ പാർട്സാണ് ഈ കാണുന്നത്. കരളും കൂമ്പും എല്ലാം ഉണ്ട് കോഴിയുടെ. അപ്പോൾ നല്ലവണ്ണം കഴുകിയെടുക്കണം. 6-7 വെള്ളം കഴുകിയെടുത്തതാണ് ഈ കാണുന്നത്. വേസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞ് നല്ല വൃത്തിക്ക് കഴുകിയെടുത്തത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ വീഡിയോയിൽ കാണുന്ന അളവിനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ ചെറിയ ഉള്ളിയുടെ തോലും കളഞ്ഞ് നല്ലവണ്ണം ചെറുതായി അരിഞ്ഞെടുക്കണം. പിന്നെ 4 മുഴുവനായിട്ടുള്ള വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ വീഡിയോ കാണുന്നത് പോലെ ഒരു കഷ്ണം ഇഞ്ചി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായി നമ്മൾ തൊലി കളഞ്ഞ് ചെറിയ ഉള്ളീനെ അരിഞ്ഞെടുക്കണം. വേവുന്നതിന് എളുപ്പത്തിനും നമുക്ക് വെന്ത് കിട്ടുന്നതിനും കുറച്ചുകൂടെ കറിക്ക് ടേസ്റ്റ് കൂടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ഉള്ളി ഇടുന്നത്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമുക്ക് ഓപ്ഷണലായിട്ട് സവാള യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തത്, വെളുത്തുള്ളി തൊലിച്ചത്, പിന്നെ 3 പച്ചമുളക്, ഇത്രയും കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഈ കാണുന്ന രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കണം. അരച്ച് ഒരു പേസ്റ്റ് രൂപത്തിൽ. ഇനി നമുക്ക് നേരെ പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഇതുപോലെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വറ്റണം. പാത്രം ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ കൃത്യമായിട്ടുള്ള അളവ് പറയുകയാണെങ്കിൽ 2 സ്പൂണ് ഓയിൽ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്പം കടുകാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അതിന് കൃത്യമായിട്ടുള്ള പറഞ്ഞാൽ ചെറിയ സ്പൂണിൽ ഒരളവ് എന്നൊക്കെ പറയാം. പിന്നെ 2 തണ്ട് കറിവേപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ച ചെറിയ ഉള്ളി ഈ സമയത്ത് നമുക്ക് ചേർത്ത് വഴറ്റിയെടുക്കാം. ഈ നല്ല കൂട്ടി വെച്ചിട്ടുള്ളത് കൊണ്ട് കൈ എടുക്കാതെ വഴറ്റിയെടുക്കണം. മാത്രമല്ല നമ്മൾ ഈ സമയത്ത് അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. വേറൊന്നിനുമല്ല, നമ്മുടെ ഉള്ളി പെട്ടെന്ന് വഴണ്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. അതിനുശേഷം വെന്തതിനൊക്കെ ശേഷം നമ്മൾ ഉപ്പ് കറിക്ക് നോക്കിയിട്ട് വീണ്ടും ചേർക്കാം. പിന്നെ ചേച്ചിയുടെ ഒരു സമാധാനത്തിന് കറിവേപ്പില കുറഞ്ഞു പോയെന്നും പറഞ്ഞ് വീണ്ടും നമ്മളിവിടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അന്നമ്മോളുടെ അമ്മാളുവിൻ്റെ സ്പെഷ്യൽ കറിയാണിത്. നല്ല വഴണ്ട് കിട്ടണം. അത് വഴണ്ട് എത്രത്തോളം നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റുമോ അതനുസരിച്ച് നമുക്ക് കറിയുടെ ടേസ്റ്റ് മാറിക്കിട്ടും. ഇത്ര ടേസ്റ്റായിരുന്നു, ഒരു രക്ഷയില്ല. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. ഇപ്പോൾ ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ച, അതായത് ചതച്ചെടുത്ത വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അത് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വയ്ക്കണം. കാരണം ആദ്യം നമ്മൾ തീ കൂട്ടിയാലും പിന്നീട് ഇത്തിരി വഴണ്ട് കിട്ടിയ ശേഷം തീ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇളക്കി കൊടുത്തില്ലെങ്കിൽ കാണുന്ന ഐറ്റം എല്ലാം കരിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തീ കുറച്ച് വെച്ച് ഇട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഈ ഒരു കളറ്, അതായത് വെളുത്തുള്ളിയുടെയൊക്കെ ഒന്ന് കളറ് മാറി കിട്ടണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ പൊടികളായ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണും മല്ലിപ്പൊടി 3 ടീസ്പൂണൊക്കെ ചേർക്കുന്നുണ്ട്. വറുത്ത പൊടികളാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. മുളക് പൊടി 4 ടീസ്പൂണാണ് ഈ സമയത്ത് ചേർത്തത്. പിന്നെ നമ്മൾ ചേർത്തത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും നമ്മളിപ്പോൾ ചേർക്കുന്നുണ്ട്. എല്ലാ പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നല്ലവണ്ണം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, വെളുത്തുള്ളി അതിൽ നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുക്കണം. കുറച്ച് നേരം വഴറ്റിയെടുക്കണം കേട്ടോ. വഴറ്റുന്നതിൻ്റെ ഇടയ്ക്ക് സ്മൂത്തായിട്ട് വഴറ്റാൻ വേണ്ടി ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കറിക്ക് എരിയില്ല എന്നും പറഞ്ഞാണ്. നിറം കുറവായതുകൊണ്ട് തന്നെ 2 ടീസ്പൂണും കൂടെ മുളക് പൊടി ഈ സമയത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ്റെ പാർട്സ് ഈ സമയത്ത് ചേർക്കുകയാണ്. നിങ്ങൾ കഴുകി വെച്ച് അതേപോലെ തട്ടരുത്. കാരണം അതിൻ്റെ ലാസ്റ്റ് വേസ്റ്റ് വെള്ളം ഉള്ളതുകൊണ്ട് പ്രത്യേകം പറയാണ്. എടുത്ത് വേണം നമ്മൾ ഈ അരപ്പിലോട്ടിടാൻ വേണ്ടി. എന്നിട്ട് നല്ലവണ്ണം ഇതുപോലെ ഇളക്കണം. ഇളക്കണ സമയം ഓവറായിട്ട് ഇളക്കാനും പറ്റത്തില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഈ കരളെങ്കിൽ നമ്മുടെ കറിയിൽ പൊടിഞ്ഞു പോവും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി അല്പം വെള്ളം ചേർത്ത് അടച്ചു വയ്ക്കാൻ. നമുക്ക് എരിവ് പിന്നെ മല്ലിപ്പൊടിയൊക്കെ ഇച്ചിരി കുറവായിരുന്നു. കാരണം നമ്മൾ എടുത്ത അളവ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരം വയ്ക്കുന്ന ആ ഒരു ഇതിനല്ലായിരുന്നു ഈ തവണ വച്ചത്. സാധാരണ ഇവിടെ നല്ലവണ്ണം ഇവർ എരിവ് കൂട്ടും കേട്ടോ. അപ്പോൾ എരിവും പുളിയൊക്കെ നല്ലവണ്ണം
വേണമെന്നുള്ള കൂട്ടരായതുകൊണ്ട് തന്നെ കറിക്ക് നല്ല എരിയും പുളിയൊക്കെ ഉണ്ടായിരുന്നു. അതാണ് 6-7 സ്പൂണ്, കറക്റ്റ് പറയുകയാണെങ്കിൽ 8 സ്പൂണ് മുളക് പൊടിയാണ് ചേർത്തത്. പിന്നെ നമ്മൾ അരച്ച വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചെടുത്ത ആ ഒരു ജാറിൽ തന്നെയാണ് നമ്മൾ വെള്ളം എടുത്തത്. ഓവറായിട്ടൊന്നും എടുത്തിട്ടില്ല, 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുള്ളൂ. കാരണം ഇതിൽ വെള്ളത്തിൻ്റെ അധികം ആവശ്യം വരുന്നില്ല, നമ്മൾ വഴറ്റിയല്ലേ എടുക്കുന്നത്. നമ്മളിന്ന് ചിക്കൻ പാർട്സ് പെരട്ടായതുകൊണ്ട് തന്നെ അതിൽ കറി അധികം വേണ്ട. അത് മാത്രമല്ല, ഇത് വേവുന്ന സമയത്ത് തിളയ്ക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് നമുക്കിനി അധികം വെള്ളം വേണ്ട, നമുക്ക് അടച്ചു വച്ചിട്ടുണ്ട്. ചിക്കൻ്റെ പെരട്ട് ചിക്കൻ പാർട്സ് പെരട്ട് സത്യത്തിൽ തിളച്ചു വന്നിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, അടി പിടിക്കാതെ നോക്കിക്കോണം. എങ്കിൽ നമ്മൾ ഇത്രയും നേരം നോക്കിയതൊക്കെ വെറുതെ ആവും. പിന്നെ ഈ തിളച്ചതിന് ശേഷം ഒരു തക്കാളി ഇതുപോലെ ഒരു കഷ്ണങ്ങളാക്കി ചേർക്കുന്നുണ്ട്. തിളച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചേർക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് തക്കാളി വെന്ത് ചപ്പിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ചേർക്കുന്നതെന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു അതുകൊണ്ടൊന്നുമല്ല, ഞാൻ ശീലിച്ചത്. അതായത് ചേച്ചി പെരട്ടുണ്ടാക്കുന്ന സമയത്ത് തിളച്ചതിന് ശേഷം മാത്രമേ തക്കാളി ചേർക്കാറുള്ളൂ എന്നതാണ് ചേച്ചിയുടെ അഭിപ്രായം. പിന്നെ നമ്മൾ ഈ ഒരു പരുവമായപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം വറ്റിയോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവമായപ്പോൾ ഇനി ഇടാത്തൊരു ഐറ്റം കൂടെ ഉണ്ട്. അതെന്താണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. വേറെ ഒന്നുമല്ല, കറി മസാല നമ്മൾ ഇത്രയും നേരമായിട്ട് ഇട്ടിട്ടില്ല. ഈ ഒരു നല്ലവണ്ണം വറ്റി വന്നതിന് ശേഷം 1.5 ടീസ്പൂൺ കറി മസാല ചേർക്കണം കേട്ടോ. ഇപ്പോഴാണ് സത്യം പറഞ്ഞിട്ട് ഞാൻ ആദ്യം നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് എല്ലാ ഐറ്റവും ഇട്ട് ഇനി തിളച്ച് വറ്റിച്ച് നമുക്ക് എടുക്കാമെന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഇരുന്നത്. അപ്പോഴാണ് ഓരോരോ വ്യത്യാസങ്ങൾ അറിയുന്നത്. അപ്പോൾ ഇങ്ങനെ വറ്റിയതാ വീണ്ടും ഇളക്കി നോക്കുവാണ്, അടിയിൽ വല്ലതും പിടിച്ചിട്ടുണ്ടോ എന്തായെന്നൊക്കെ. സമയത്ത് നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുകയാണ്. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുത്തു. ടേസ്റ്റ് നോക്കുകയാണ് എല്ലാം ഉണ്ടോ എന്നൊക്കെ കറിക്ക്. ഈ സമയത്ത് അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ, അതും കൂടെ ചേർത്ത് നല്ലവണ്ണം ഇളക്കുവാണ്. കറിയായിട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതായത് നിങ്ങൾക്ക് കഴിക്കാൻ അല്പം അരപ്പൊക്കെ വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ പെരട്ടായതുകൊണ്ട് തന്നെ നല്ലവണ്ണം വറ്റിച്ചെടുക്കണം. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ ഓഫ് ചെയ്യുന്നില്ല, പകരം അടപ്പ് മാറ്റിയിട്ട് നമ്മൾ കൈയെടുക്കാതെ ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണ്. കാരണം ഏകദേശം ഇത് പരുവായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് അല്പം നീങ്ങി നിന്നിട്ട് ഇളക്കണം. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ മാറ്റി നിർത്തണം. വേറെ ഒന്നുമല്ല, ഇത് ദേഹത്തൊക്കെ തെറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. തീ അല്പം കുറച്ച് വെച്ചതിന് ശേഷമാണ് ഇളക്കേണ്ടത്. പെരട്ട് ഏകദേശം ആയിട്ടുണ്ട്. ഇവിടെ ഉണ്ട് കുട്ടിപ്പട്ടാളങ്ങൾ. അമ്മാളും ചിക്കൻ പെരട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മുടെ ചിക്കൻ പെരട്ട് ഏകദേശം ഈ ഒരു പരുവത്തിനായിട്ടുണ്ട് കേട്ടോ. അധികം ഇളക്കരുത്, ഇളക്കിയാൽ നമ്മുടെ ചിക്കൻ പെരട്ട് പൊടിഞ്ഞു പോവും. അതായത് നമ്മുടെ കരളൊക്കെ അത്ര സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. തണുക്കുമ്പോൾ നല്ലവണ്ണം വറ്റിക്കിട്ടും, നമ്മൾ കറക്റ്റ് പരുവത്തിന് കിട്ടും. ഏകദേശം 8 ടീസ്പൂൺ മുളക് പൊടിയും 4-5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്താണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു കേട്ടോ. രാത്രി ഈ കാണുന്ന ചപ്പാത്തിയും ചിക്കൻ പാർട്സിൻ്റെ പെരട്ടുമായിരുന്നു ഈ കാണുന്നത്. അപ്പോൾ സെറ്റല്ലേ, നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതാണ് കേട്ടോ. ഞാൻ പിന്നെ വോയിസ് എഡിറ്റ് ചെയ്തതാണ്. പിന്നെ ഞാനും കുട്ടൂസും കൂടെയാണ് കേട്ടോ ടേസ്റ്റ് ചെയ്യുന്നത്. എരിവും പുളിയും എല്ലാം കൃത്യമായിട്ടുണ്ടായിരുന്നു. അന്നമോൾ പറഞ്ഞു സൂപ്പറെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ടാറ്റാ ബൈ.